ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലും മഴയും തണുപ്പൊക്കെ തുടങ്ങി. എല്ലാവരും ശ്രദ്ധിക്കുക, മഴയൊക്കെയാണ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മരത്തിന്റെ ചുവട്ടിലൊന്നും പോയി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മഴയൊക്കെ ആകുമ്പോൾ ഒരു മീൻപിടുത്തവും വെള്ളത്തിച്ചാട്ടവും ഒക്കെ ഉണ്ട്. കുട്ടികളെയും കഴിവതും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പനിയൊക്കെയാണ് എല്ലായിടത്തും, വൈറൽ പനിയും കോവിഡും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കൊരു പനിയൊക്കെ വന്ന് കുറച്ച് ദിവസങ്ങളായി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാൽച്ചക്കയുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമ്മൾ പാൽക്കപ്പയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ നമുക്കൊരു പാൽച്ചക്ക കഴിച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പാൽച്ചക്ക ഉണ്ടാക്കുന്നത് നോക്കാം. ചക്കയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയൊക്കെ ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിനകത്തേക്കൊന്ന് ഇട്ട് ഒന്ന് വേകാനായിട്ട് അടുപ്പത്ത് വയ്ക്കണം. നമുക്ക് കുക്കറിനകത്തേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വിളഞ്ഞ ചക്കയാണേ. ഒരു റെഡ് കളറൊക്കെ വരുന്ന ഒരു ചക്കയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് വിളഞ്ഞ ചക്ക ഉണ്ടെങ്കിൽ ഈ പാൽച്ചക്ക ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ 2-3 ചക്കക്കുരുവൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് ഈ ചക്ക വേവിക്കുന്നത്. ഞാൻ പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി കുക്കറിൻ്റെ മൂടിയൊക്കെ വെച്ചൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ഇനി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചുള്ളി, ഒരു 4-5 കഷ്ണം ഉള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയും നമുക്കൊരു 3-4 വെളുത്തുള്ളി അല്ലി വേണമേ, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം ഇവിടെ എടുത്ത് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. കുക്കറൊക്കെ വിസിലൊക്കെ അടിച്ചിരിപ്പുണ്ട്. നമുക്ക് നോക്കാം. നന്നായിട്ട് ചക്ക വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് കുഴയുന്ന ചക്ക എടുക്കണേ. ഇത്തിരി കുഴയണം ചക്ക. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാന്താരിമുളകും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവരണം. ഞാൻ ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓണാക്കി ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കരുത്. ഇനി ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കടുകിട്ടു പൊട്ടി. അതിന് ശേഷം ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് നമ്മൾ ആ ചതച്ച് വെച്ച കാന്താരിമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂക്കണ്ട കേട്ടോ. ഒന്ന് വാടി വരുമ്പോൾ നമുക്കിനി നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടില്ലേ കുക്കറിൽ ചക്ക, ആ ചക്ക കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുണ്ട്, നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കിയതിന് ശേഷം വേണം നമുക്ക് ആ തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് ഇത്തിരി മുങ്ങിക്കിടക്കണം തേങ്ങാപ്പാൽ കേട്ടോ. ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് കുറുകി, തേങ്ങാപ്പാൽ കുറുകിയിട്ട് ഇതങ്ങ് നല്ല കട്ടിയാവും കേട്ടോ. നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. അച്ചാറോ അല്ലെങ്കിൽ ഇനി ഉണക്കമീൻ വറുത്തതോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ചേർത്ത് കഴിക്കാം കേട്ടോ. നമ്മുടെ പാൽച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല വരിക്കച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.